കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച് സംഘം. നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. നിതിൻ രാജ് മരിച്ച 4 മാസം പിന്നിട്ടപ്പോഴാണ് അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. കേസിന്റെ അന്വേഷണം വഴിതെറ്റുന്നതായും പ്രതികൾക്ക് അനുകൂലമായ രീതിയിലാണ് ആദ്യഘട്ട അന്വേഷണം നടന്നതെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ജീവൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നിതിൻ രാജിന്റെ കുടുംബം താമസിക്കുന്ന നെടുമങ്ങാട്ടെ വാടക വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. കുടുംബാംഗങ്ങളിൽ നിന്ന് വിശദമായ മൊഴിയെടുത്തു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം സംബന്ധിച്ച ആശങ്കകൾ കുടുംബം പങ്കുവച്ചു. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിലെ മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മൊഴികളെല്ലാം തൃപ്തികരമായിരുന്നു. പിന്നെ നിലവിലെ സാഹചര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇനി അങ്ങനെ ഒരു വീഴ്ചകൾ ഉണ്ടാവാതെ പുതിയ രീതിയിലുള്ള ഒരു അന്വേഷണം ശക്തമായി മുന്നോട്ട് പോയി ആരൊക്കെയാണോ ഈ എൻ്റെ മോൻ്റെ കൊലപാതകത്തിൽ കൂട്ടുനിന്നത് അല്ലെങ്കിൽ ചെയ്തത് അവർക്കെതിരെ ശക്തമായ നടപടികളെടുത്ത് വേണ്ട ശിക്ഷകൾ അവർക്ക് വാങ്ങിക്കൊടുക്കും. അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായ രംഗത്തുണ്ട്. 2026 ഏപ്രിൽ 10 അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് മരിച്ചത്. കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണായിരുന്നു മരണം. സംഭവം ആത്മഹത്യയാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കോളേജിൽ നിന്ന് ജാതി വിവേചനം അടക്കം നേരിട്ടതായി കുടുംബവും സഹപാഠികളും ആരോപിച്ചിരുന്നു. തുടർന്ന് അധ്യാപകരായ ഡോക്ടർ MK റാം, സംഗീത എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തു. ആദ്യം അന്വേഷണം നടത്തിയ പോലീസ് സംഘം നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയ ലോൺ ആപ്പ് സംഘത്തെയും പിടികൂടിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം അടുത്തിടെയാണ് റാമിനെ പിടികൂടാനായത്. മാനസിക പീഡനം, ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. കുടുംബത്തിന്റെ മൊഴികൾക്ക് പുറമെ നിതിന്റെ ശബ്ദ സന്ദേശങ്ങൾ, ഫോൺ രേഖകൾ, സഹപാഠികളുടെ മൊഴികൾ തുടങ്ങിയ തെളിവുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. നിതിൻ രാജിന്റെ കുടുംബം നേരത്തെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിയെയും സമീപിച്ചു. ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് സംഘം കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ച പുതിയ വിവരങ്ങളും നേരത്തെ അന്വേഷണ സംഘത്തിന് ലഭിച്ച തെളിവുകളും പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. ന്യൂസ് 18 നെടുമങ്ങാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.